ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂക്കയുടെ ബസൂക്ക ഇറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. അതിനിടയിൽ മമ്മൂക്കയുടെ ആ ഒരു വാക്കുകൾ ഏതു വ്യക്തിയെയും ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്ന വരികൾ തന്നെയാണ് അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. നമുക്കറിയാം അദ്ദേഹം ഈ ഒരു സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങൾക്കും ഒന്നും വന്നിട്ടില്ല. ഒപ്പം കട്ടയ്ക്ക് ലാലേട്ടനും സപ്പോർട്ട് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ഒരു ഗംഭീര സിനിമയായിരിക്കും. ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം, പടം കൊളുത്തും മക്കളെ എന്ന് തന്നെ ബസൂക്കയിൽ മമ്മൂക്ക അല്ലെങ്കിൽ ബസൂക്കയ്ക്ക് വേണ്ടി മമ്മൂക്ക പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം, നമുക്കൊന്ന് വായിക്കാം. കേൾക്കാൻ അല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, വീണ്ടും ഒരു നവാഗത സംവിധായകനോടൊപ്പം ഞാൻ എത്തുകയാണ്. ഡിനോ ഡെനീസ്. അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയും. ഏപ്രിൽ 10 നാളെ ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തും. ഗെയിമിംഗ് പ്രമേയമായതും വളരെ പുതുമ തോന്നിയതുമായ കഥ ആദ്യ കേൾവിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സിനിമയായി പരിണമിച്ചു. ഇനി നിങ്ങൾക്കാണ് ഇഷ്ടപ്പെടേണ്ടത്. എപ്പോഴും പറയാറുള്ളത് പോലെ പുതിയ ഓരോ സംവിധായകർക്കും പുതിയതെന്തോ പറയാനുണ്ടാകും. അതിനൊപ്പം ഞാനും നിങ്ങളും നമ്മളും. സ്നേഹപൂർവ്വം മമ്മൂട്ടി. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു, ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തന്നെ വന്ന വരികളാണ്. നമുക്കറിയാം സാധാരണ ഒരു സിനിമയുടെ പ്രൊമോഷനും മമ്മൂക്ക വരാറുള്ള കാര്യം. ഇപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് അദ്ദേഹം വരാത്തതെന്നുള്ളതും. എന്താണെങ്കിലും ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, മമ്മൂട്ടി, മോഹൻലാൽ എന്ന താരങ്ങൾ ആരാണ്, എന്താണ്. പലപ്പോഴും വെറും ഊള ഫാൻസ് ഭയങ്കര ഇതായിട്ട് എടുക്കും, പുകിലായി എടുക്കാറുണ്ട് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്നത്. പക്ഷേ നല്ല ഒരുപാട് ഫാൻസുകളുമുണ്ട്. ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം അറിയാമെങ്കിൽ അറിയാത്തതായിട്ട് ആരും ഇല്ല എന്ന് നമുക്കറിയാം. എല്ലാ ഈ പറയുന്ന ഊള ഫാൻസിന് വരെ അറിയാം, വെറും ഊള ഫാൻസിന് വരെ അറിയാം. എന്നാൽ പോലും അങ്ങനെയുള്ളവന്മാർ ചൊറിഞ്ഞുകൊണ്ട് വരും, അവരെ ചീത്ത വിളിക്കുകയും അവരുടെ വീട്ടിലുള്ളവരെ ചീത്ത വിളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടാകും. അതിനനുസരിച്ചിട്ട് ചെറിയ വീടുകളിൽ നമ്മൾ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മൂട്ടി ഫാനും മോഹൻലാൽ ഫാനും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന പോലെയുള്ള ഫൈറ്റ് എല്ലാവരിലും ഉണ്ടാകും. അതാണല്ലോ ഈ 45-50 കൊല്ലമായി ഇവർ രണ്ടുപേരും നിലനിന്ന് പോകുന്നതും എന്നുള്ളത് ഉറപ്പിക്കാം. അതുതന്നെയായിരുന്നു അവരുടെ ബാക്ക്ഗ്രൗണ്ട് കളിയും എന്നോർമ്മ നമുക്കറിയാവുന്നതാണ്. എന്താണേലും ഇന്ന് ലാലേട്ടനും മമ്മൂക്കയുടെ ബസൂക്കയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിരുന്നു. അതായത് ലാലേട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലും ലാലേട്ടൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലുമൊക്കെ കൂടെ നിൽക്കുന്ന മമ്മൂക്കയും, മമ്മൂക്ക എന്ന് പറഞ്ഞാൽ സ്വന്തം ചേട്ടനാണോ അതിന് മുകളിൽ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ ആ റേഞ്ചിൽ നിൽക്കുന്ന ലാലേട്ടനും. അത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് സുഖമില്ല എന്നുള്ളൊരു കാര്യത്തിൽ നേരെ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതും അതൊക്കെ ആവശ്യമില്ലാതെ കുറേ പേർ അത് പരസ്യമാക്കിയതുമൊക്കെ. എന്തായാലും അതിലേക്കൊന്നുമല്ല വരുന്നത്. എന്താണേലും ഇവിടെ കട്ട സപ്പോർട്ടുമായിട്ടാണ് ഒരുപിടി മോഹൻലാൽ ഫാൻസും ഇതിനൊപ്പം തന്നെയാണ്. അതായത് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നല്ല ലെവലിൽ മമ്മൂട്ടി ഫാൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നൊന്നും ഒരിക്കലും പറയില്ല, പക്ഷേ നല്ല ഫാൻസുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും ഒരു സപ്പോർട്ട് വരുന്നു എന്നുള്ളതാണ്. അല്ലാത്ത ടോക്സിക് ആളുകൾ ഉണ്ടാവും, അവർ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മാന്താനും ചൊറിയാനുമൊക്കെ ഉള്ളവരുണ്ട്. അവരത് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതിന് വെറും പുല്ല് വില എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഫാൻസുകാരും അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസുമായിട്ടൊക്കെയുള്ള ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ അത് ചർച്ച ചെയ്യുകയും അതിനകത്തിൽ തന്നെ പറയുകയും ചെയ്തു. ഇനിയും ടോക്സിക് ഫാൻസിനെ ഒതുക്കാനുള്ള പരിപാടികൾ നമ്മൾ ആരും ആവിഷ്കരിക്കുന്നില്ല, കാരണം അതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ അതിൽ കടന്നാൽ ഒതുക്കും എന്നുള്ളത് ഉറപ്പിച്ചതുമാണ്. അത് മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ് എല്ലാവരും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നാമ്പുറമുണ്ട്. അതൊക്കെ നടക്കട്ടെ എന്ന് പറയാം. എന്താണേലും ബസൂക്ക എന്ന ഈ ഒരു സിനിമ വരുന്നത് അമ്മാതിരി സംഭവമായിട്ട് തന്നെയാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ഒരു സിനിമ മികച്ച ഒരു സിനിമ തന്നെയായിരിക്കും, നല്ല ഒരു സിനിമയായിരിക്കും. മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന സിനിമ വലിയ വിജയമായി, വലിയ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് മാറുന്ന ഈ ഒരു അവസരത്തിൽ മമ്മൂട്ടിയുടെയും ഈ ഒരു സിനിമ വരികയാണ്. ആ ഒരു സിനിമ നമുക്കറിയാം അതിൻ്റെ രണ്ടിനെയും ബഡ്ജറ്റിൻ്റെ അന്തരവും കാര്യങ്ങളുമൊക്കെ, പക്ഷേ ക്വാളിറ്റി ഒരു ഗംഭീരമായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ വാക്കുകൾ ഹൃദയസ്പർശിയാകുന്നു. തീർച്ചയായും ഓരോ വ്യക്തിയും ഈ സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. കാരണം പുതുമയാണ്, വ്യത്യസ്തത പുലർത്തുന്നതാണ്, ഒപ്പം മമ്മൂട്ടിയെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങൾക്ക് ആരൊക്കെയാണ് ഒരു മമ്മൂട്ടി സപ്പോർട്ടർ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കില്ല. നിങ്ങൾ ആരൊക്കെയാണ് ഈ ബസൂക്ക ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സിനിമയെ സപ്പോർട്ട് ചെയ്യാനുള്ളത്? കട്ടയ്ക്ക് വരാം, കമൻസിലൂടെ വരാം. ഗ്രേറ്റ് മീഡിയാസ്.